കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട വൈക്കം സ്വദേശിനി ബിന്ദു വിശ്രുതന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. മകന് സർക്കാർ ജോലി നൽകും. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ബിന്ദുവിന്റെ മകളുടെ ശസ്ത്രക്രിയയ്ക്കും വീടിന്റെ ബാക്കി നിർമ്മാണത്തിനും സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ ശൗചാലയം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചു. അന്ന് ആ വീട്ടിലെത്തുമ്പോൾ കുടുംബം മുന്നോട്ട് വച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം മകളുടെ ചികിത്സ പൂർണ്ണമായി നടപ്പാക്കണം. ഗുരുതരമായൊരു രോഗം ബാധിച്ച ആ കുട്ടിക്ക് ഒരു മേജർ ശസ്ത്രക്രിയ അത്യന്താപേക്ഷിതമാണ്. അത് അടിയന്തരമായി നടപ്പാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ആ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഇന്നലെ ആ മേജർ സർജറി ന്യൂറോ സർജറി വിഭാഗത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ടീം അണിനിരന്ന് നടത്തുകയുണ്ടായി. ഏതാണ്ട് 8 മണിക്കൂറിലേറെ നീണ്ട ശസ്ത്രക്രിയ വളരെ വിജയകരമായിരുന്നു. ആ കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിലെ ICU യൂണിറ്റിൽ കുട്ടി ചികിത്സയിലാണ്. രണ്ടാമതായി അവരാവശ്യപ്പെട്ടിരുന്നത് അവർക്ക് മകനൊരു ജോലി വേണം. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാണ്. സ്ഥിരമായ ഒരു ജോലി വേണം. അന്ന് നമ്മൾ ആദ്യം തന്നെ ആ താൽക്കാലികമായ ജോലിയുടെ കാര്യം നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ സ്ഥിരമായ ഒരു ജോലി കിട്ടണമെന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്യാബിനറ്റ് സ്ഥിരമായ ഒരു ജോലി മകന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. i4 ന്യൂസ് ഏറ്റുമാനൂർ.